ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മദ്രാസ്കാരൻ എന്ന മൂവിയാണ്. വിവാഹം എടുത്തിരിക്കുന്ന സമയത്ത് പല മുതിർന്നവരും നമ്മളോട് പറയാറുണ്ട് പുറത്തേക്കൊന്നും പോകരുതെന്ന്. ഇവിടെ നായകനും ഇങ്ങനെയൊരു വാക്ക് കേട്ടിട്ട് അത് ഗവനിക്കാതെ പുറത്തേക്ക് പോയി. അതവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനായ സത്യയുടെ വിവാഹ ചടങ്ങുകൾ നടക്കുന്നതാണ് കാണിക്കുന്നത്. ചെന്നൈയിൽ സ്ഥിരതാമസമായ അവനാകട്ടെ തന്റെ വിവാഹം താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ വെച്ച് നടത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ടാണ് അവരുടെ കുടുംബം അവനെ പഠിപ്പിച്ചതും അവൻ നല്ലപോലെ പഠിച്ചു വളർന്ന് വലിയൊരു നിലയിലെത്തിയതും. അതുകൊണ്ട് തന്നെ താൻ ജനിച്ചു വളർന്ന നാട്ടില് ഈ വിവാഹം നടക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ബന്ധുക്കാരെല്ലാം ചേർന്ന് അവന്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. അതിനിടെ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മീരയും അവളുടെ ഫാമിലിയും ആ ഗ്രാമത്തിലേക്ക് വരുന്നു. ഇവരുടെ ഇതൊരു പ്രണയ വിവാഹമായിരുന്നു. ചെന്നൈയിൽ വെച്ച് വിവാഹം നടത്തിയാൽ മതിയെന്ന് ആദ്യം പറഞ്ഞെങ്കിലും അവന്റെ ആഗ്രഹപ്രകാരം അവളും സമ്മതം മൂളിയതാണ് ഈ ഗ്രാമത്തിൽ വെച്ച് നടത്താമെന്ന്. പക്ഷെ അവള് താമസിക്കാനുള്ള ഹോട്ടൽ കണ്ടപ്പോ അവന് കുറെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ ഈ ഗ്രാമത്തിലെ ഏറ്റവും നല്ല ഹോട്ടൽ അതാണെന്നാണ് അവൻ പറയുന്നത്. തൽക്കാലം അവള് കല്യാണത്തിന് വേണ്ടിയിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരുക്കങ്ങൾക്കിടയിൽ സാധനവും മറ്റും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൻ അവന്റെ ചിറ്റമാരെയും കൂട്ടി പുറത്തേക്ക് പോയി. ഓരോ കടയിലും കയറിയിറങ്ങി തുണിത്തരങ്ങളും മറ്റും വാങ്ങി. ഇതിനിടെ മറ്റൊരിടത്ത് ദുരി സിംഗ് എന്ന് പറയുന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. അയാളുടെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയെ സ്ഥിരമായിട്ട് കുറച്ചുപേർ ശല്യം ചെയ്യാറുണ്ടായിരുന്നു. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. അതേസമയം താലി വാങ്ങാൻ ചെന്ന സത്യയാകട്ടെ താലിക്ക് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ATM അന്വേഷിച്ച് ഇതേ ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്ക് വരുന്നു. അവൻ വണ്ടി കൊണ്ടുപോയി നിർത്തുന്നത് ദുരി സിംഗത്തിന്റെ തൊട്ടടുത്തേക്കായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അവനെ വഴക്ക് പറയുന്നുണ്ട് ഇത്ര അടുപ്പിച്ചുകൊണ്ട് വണ്ടി നിർത്തിയതിൽ. അവൻ സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ATM നിന്ന് ക്യാഷ് എടുത്തിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് കയറി. അതേസമയം ആ പെൺകുട്ടിയെ ശല്യം ചെയ്യാറുള്ള ആൾക്കാരും അവിടേക്ക് വന്നു. പെൺകുട്ടിയുടെ കൂടെ അവർ ബസ്സിലേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. അവരുടെ പുറകെ പോകാനായിരുന്നു ദുരി സിംഗത്തിന്റെ തീരുമാനം. എന്നാൽ ഇവിടെ കാറിലേക്ക് കയറി വണ്ടിയെടുത്ത സത്യയാകട്ടെ അവന്റെ വണ്ടി ദുരി സിംഗത്തിന്റെ ബൈക്കിൽ കൊണ്ടിടിക്കുന്നു. അത് കണ്ട് അവിടെ കൂടി നിന്നിരുന്ന ബാക്കിയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ദുരി സിംഗത്തിന് ആ ബസ്സിൽ കയറി പോകാൻ പറ്റിയില്ല. സത്യയുടെ അടുത്ത പ്രശ്നം തീർക്കാൻ വേണ്ടി അവിടേക്ക് തിരിച്ചു വരുന്നു. തെറ്റ് എന്റെ ഭാഗത്താ, സോറി എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ട് നിന്നിട്ട് കാര്യമില്ല, ബസ് വിട്ടുപോകുന്നു പറഞ്ഞിട്ട് ദുരി സിംഗം സത്യയോട് പറയുന്നുണ്ട് സോറി പറഞ്ഞിട്ട് നീ നിന്റെ വഴിക്ക് പോകാൻ. ഇത് കേട്ട് ദേഷ്യം വന്ന സത്യ പറയുന്നുണ്ട് തെറ്റ് എന്റെ ഭാഗത്ത്, അതിന് ഞാൻ സോറിയും പറഞ്ഞു. കേടുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്യാഷും തരാം, അല്ലാതെ ഇങ്ങനെ അപമാനിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും പറഞ്ഞ് അവർ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാവുകയാണ്. എന്നാൽ ബസ് അപ്പോഴേക്കും ഒരുപാട് മുന്നോട്ട് പോയ കാരണം ദുരി സിംഗം അതവിടെ വിട്ടിട്ട് ആ ബസിന്റെ പുറകെ പോയി. എന്നാൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നേരത്ത് സത്യയാകട്ടെ അവനെ മിഡിൽ ഫിംഗർ കാണിക്കുന്നു. ഇത് കണ്ടതും ദുരി സിംഗത്തിന് ശരിക്കും ദേഷ്യം വന്നു. തൽക്കാലം സത്യയുടെ പിറകെ പോകാൻ ഇപ്പൊ ടൈമില്ല. തൽക്കാലം സത്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ ടൈമില്ലാത്ത കാരണം അവർ ബസിന്റെ പിറകെ പോയി. ആ ബസ്സിലേക്ക് കയറിയ പയ്യന്മാരാകട്ടെ ആ പെൺകുട്ടിയെ ശല്യം ചെയ്യാനും തുടങ്ങിയിരുന്നു. കറക്റ്റ് സമയത്ത് ബസിന്റെ കുറുകെ പോയി ഇവർ വണ്ടി നിർത്തിയ ശേഷം അകത്തേക്ക് കടന്നു. ആ പയ്യന്മാരുമായിട്ട് ദുരി സിംഗോ ആൾക്കാരും വഴക്കുണ്ടാക്കി. ഏകദേശം 4 മാസമായിട്ട് ആ പയ്യൻ ഈ പെൺകുട്ടിയെ സ്ഥിരമായി ശല്യം ചെയ്യാറുണ്ടായിരുന്നു. അവളെ ടച്ച് ചെയ്ത അവന്റെ വലം കൈയാകട്ടെ ഇയാള് വെട്ടുകയും ചെയ്തു. സത്യ അപ്പോഴേക്കും താലിയും വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവൻ മീരയെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവന്റെ അമ്മ വന്ന് അവനോട് പറയുന്നുണ്ട് കല്യാണം കഴിയുന്നിടം വരെ ഇനി നീ പുറത്തിറങ്ങാൻ പാടില്ല എന്ന്. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോ അവന്റെ അമ്മ പറയുന്നുണ്ട് അമ്മ നിന്റെ നല്ലതിന് വേണ്ടി മാത്രമേ ഇത് പറയൂ. ഇനി നീ വീട്ടിൽ നിന്ന് നേരെ മണ്ഡപത്തിലോട്ടല്ലാതെ വേറെ എങ്ങോട്ടും പോകാൻ പാടില്ല. അതും പറഞ്ഞിട്ട് അവന്റെ അമ്മ പോയി. മീരയാകട്ടെ അവനോട് പറയുന്നുണ്ട് എനിക്കിപ്പോ നിന്നെ കാണാൻ തോന്നുന്നു. നാളെ നമ്മുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവും. അതിനു മുമ്പ് ഒരു തവണ കൂടി എനിക്ക് നിന്നെ കാണണം. അവൾ അങ്ങനെ നിർബന്ധിച്ചപ്പോൾ അവൻ വരാമെന്ന് സമ്മതിച്ചു. എന്നാൽ അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അവന്റെ മാമൻ കണ്ടിരുന്നു. താൻ മീരയെ കാണാൻ പോവുകയാണ്, ആരോടും ഒന്നും പറയണ്ടെന്ന് അവൻ അയാളോട് പറയുന്നു. അത് രഹസ്യമാക്കി വെക്കാമെന്ന് അയാളും സമ്മതിച്ചു. 10 മിനിറ്റിൽ എത്താമെന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്നും വണ്ടിയും എടുത്തിറങ്ങുന്നത്. പോകുന്ന വഴിയിൽ തന്നെ അവൻ ഫോണിൽ മീരയെ വിളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവന്റെ മുൻപിലേക്ക് സൈക്കിളുമായിട്ട് ഒരാൾ വന്ന് കുറുക്കു വെച്ചു. അവൻ പേടിച്ച് സഡൻ ബ്രേക്ക് ഇട്ടു. അയാൾ അവനെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് നീ എവിടെയെങ്കിലും ആക്സിഡന്റ് ആക്കുമെന്ന് പറഞ്ഞിട്ട്. ഒന്ന് പേടിച്ച് സത്യയാകട്ടെ അയാളോട് സോറി പറഞ്ഞിട്ട് മീരയോട് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരുമല്ലേ, ഫോൺ വെക്കുവാണെന്ന്. എന്നിട്ട് അവൻ ഫോൺ സീറ്റിലേക്ക് ഇട്ടു. എന്നാൽ ആ ഫോൺ തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. അവൻ വണ്ടി മുന്നോട്ട് എടുത്തപ്പോഴത്തേക്കും അമ്മ വിളിക്കുന്നത് കണ്ടു. ഫോൺ എടുക്കാൻ വേണ്ടി അവൻ താഴേക്ക് കയ്യെത്തുന്ന സമയത്ത് 2 പട്ടികൾ കുറുക്കയാടി. അതിനെ ഇടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ സൈഡിലേക്ക് തിരിച്ച് വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. കുറച്ചു നേരത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് തന്നെ അവനൊരു ഓർമ്മയില്ലായിരുന്നു. അവൻ ആകെ പേടിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. പലയിടത്തു നിന്നും ആൾക്കാർ ഓടിക്കൂടി അവനെ കാറിൽ നിന്ന് ഇറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എന്താ കാര്യമെന്ന് അവന് മനസ്സിലാവുന്നില്ല. പുറത്തേക്കിറങ്ങി നോക്കുമ്പോഴാണ് അവൻ കാണുന്നത് അവന്റെ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ഗർഭിണിയായ പെൺകുട്ടി കിടക്കുന്നത്. അവിടെ കൂടി നിന്ന് എല്ലാവരും തന്നെ അവനെ അടിക്കാൻ തുടങ്ങി. അവൻ ആ പെൺകുട്ടിയെ വണ്ടി ഇടിച്ചു വീഴ്ത്തിയെന്ന് പറഞ്ഞിട്ട്. സത്യയ്ക്ക് അത് വലിയ ഷോക്കായിരുന്നു. കാരണം നായെ ഇടിക്കാതിരിക്കാൻ അവൻ വണ്ടി വലത്തേക്ക് തിരിച്ചത്. ഈ പെൺകുട്ടിയെ ഒന്നും തന്നെ അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവരാകട്ടെ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാതെ ഇവനോട് വഴക്കുണ്ടാക്കിയായിരുന്നു. എന്നാൽ അവൻ പറയുന്നുണ്ട് ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അവരെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. സത്യ ശരിക്കും പേടിച്ചിരുന്നു. എങ്ങനെയൊക്കെ അവരെ എടുത്ത് കാറിൽ കയറ്റി അവിടെ നിന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇവിടെ സത്യയുടെ വീട്ടിൽ എല്ലാവരും അവനെ അന്വേഷിക്കാൻ തുടങ്ങി. അമ്മ വന്ന് അവന്റെ മാമനോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അവൻ മീരയെ കാണാൻ പോയതാണെന്നും ഡയറക്റ്റ് ആയിട്ട് മണ്ഡപത്തിലോട്ട് വന്നോളുമെന്നും. എന്നാൽ അവന് പെട്ടെന്ന് ഫോൺ ചെയ്യുന്ന പറയുമ്പോൾ അയാൾ ഫോൺ ചെയ്യുന്നുണ്ട്. സത്യ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി നിൽക്കാൻ, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരാനും പറയുന്നു. കാര്യം എന്താണെന്നൊന്നും തന്നെ അവൻ പറയുന്നില്ല. അവന്റെ ഫ്രണ്ട്സും അവനെ വിളിച്ചിട്ട് വഴി ചോദിക്കുന്ന സമയത്ത് അവരോടും അവൻ പറയുന്നുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ. കാര്യം
എന്താണെന്ന് മാത്രം ആരോടും അവൻ പറഞ്ഞില്ല. കുറച്ചു കഴിയുമ്പോൾ ഈ അഡ്മിറ്റായ പെൺകുട്ടിയുടെ സഹോദരൻ മണിമാരൻ അവിടേക്ക് വരുന്നു. സത്യയിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അയാൾ ഒന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന പലരും പറയുന്നുണ്ട് ഇവൻ മനഃപൂർവ്വം വണ്ടി ഇടിച്ചിട്ടതാണെന്ന്. ദേഷ്യം വന്ന മണിമാരൻ പറയുന്നുണ്ട് ഇവൻ ചെന്നൈക്കാരനല്ലേ, ഇവന്റെ മുഴുവൻ ഫാമിലിയും ഇവിടെ കൊണ്ടുവരണമെന്ന്. അവരെല്ലാം ഞാൻ ടോർച്ചർ ചെയ്യുന്നു പറഞ്ഞിട്ട് അയാൾ ആകെ ദേഷ്യത്തിലായിരുന്നു. താൻ ചെയ്ത തെറ്റിനും തന്റെ ഫാമിലി എന്തിനാ ഇൻവോൾവ് ആക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അങ്ങനെ ഇവര് തമ്മിലൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് സത്യയുടെ ഫ്രണ്ട്സ് എല്ലാം അവിടേക്ക് വരുന്നത്. സത്യ എല്ലാരും ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന കണ്ടിട്ട് അവര് വന്ന് ഇവരുമായിട്ട് വഴക്കുണ്ടാക്കി. കാര്യം എന്താണെന്ന് പോലും ചോദിച്ചില്ല. ഒടുവിൽ ഇവരെല്ലാം പിടിച്ചു മാറ്റിയ ശേഷം സത്യ അവരോട് കാര്യം പറയുന്നു. അകത്തു നിന്നിരുന്ന ഡോക്ടറും കൂടി ഇറങ്ങി വന്നിട്ട് ഇവിടെ പുറത്തു നടക്കുന്ന ബഹളം ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മണിമാരനെ കണ്ടതും അയാൾ പേടിച്ചുള്ളിലേക്ക് പോയി. കാരണം ഈ മണിമാരൻ ആ സ്ഥലത്ത് ഒരു പ്രധാന രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു. തന്റെ സഹോദരിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സത്യയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അയാൾ ഭീഷണിപ്പെടുത്തുകയാണ്. പെൺകുട്ടിയുടെ പേര് കല്യാണി എന്നായിരുന്നു. അവൾ ഹോസ്പിറ്റലായി വിവരം പറഞ്ഞിട്ട് കല്യാണിയുടെ ഹസ്ബൻഡ് അവിടേക്ക് വരുന്നു. അയാളെ കണ്ടതും ശരിക്കും സത്യ ഞെട്ടിപ്പോയി. അത് രാവിലെ അവൻ പ്രശ്നം ഉണ്ടാക്കിയ സിംഗം തന്നെയായിരുന്നു. ഹോസ്പിറ്റലിൽ വന്ന് കാര്യങ്ങൾ അറിഞ്ഞ അയാളും ആകെ ഷോക്കിലായി. എന്നാൽ മണിമാരൻ വന്ന് അയാളോട് പറയുന്നുണ്ട് എന്റെ അനിയത്തെ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടു പോയാൽ മാത്രം പോരാ, അവളെ നല്ലപോലെ നോക്കാനും പഠിക്കണമെന്ന്. 6 വർഷങ്ങൾ കാത്തിരുന്നല്ലേ നിങ്ങൾക്ക് ഈ കുട്ടിയുണ്ടായത്. നീ നല്ലപോലെ നോക്കിയിരുന്നെങ്കിൽ എന്റെ സഹോദരിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നെന്നും പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സിംഗം മണിമാരന്റെ സഹോദരിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചുകൊണ്ട് പോയതാണെന്ന്. അവളെ കാറിടിച്ചത് സത്യയാണെന്ന് കൂടി അറിഞ്ഞതോടുകൂടി അവൻ ആകെ ദേഷ്യത്തില് സത്യ അടിക്കാൻ വരുന്നു. ഈ ബഹളമെല്ലാം നടക്കുന്നതുകൊണ്ട് ഡോക്ടർ പോലീസിനെ വിളിച്ച കാരണം പോലീസുകാർ അവിടേക്ക് വന്നു. രാവിലെ ഒരുത്തിന്റെ കൈ വെട്ടിയതിന്റെ കേസ് നിന്റെ മേലുണ്ട്. അതിന്റെ കൂടെ അടുത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു അയാൾ പറയുന്നുണ്ട്. എന്നാൽ അവൻ കൈ വെട്ടിയതിന് ആരും തന്നെ ദൃക്സാക്ഷികളില്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അവനെ അറസ്റ്റ് ചെയ്യാനും പറ്റില്ല. മണിമാരൻ സിംഗത്തിനോട് പറയുന്നുണ്ട് നീ ഒന്ന് അടങ്ങിയിരിക്കുന്ന നല്ലത്, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. തന്റെ സഹോദരിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ സത്യം ഞാൻ വെറുതെ വെക്കില്ല എന്നും എന്റെ കൈകൊണ്ട് തന്നെ അവനെ കൊല്ലുമെന്നും മണിമാരൻ പറയുന്നു. അവന്റെ കൂട്ടുകാരുടെ സംസാരത്തിൽ നിന്നും സത്യ പിറ്റേന്ന് വിവാഹം കഴിക്കാനിരിക്കുകയാണെന്ന കാര്യം കൂടി അവർ മനസ്സിലാക്കിയതോടെ അവനെ വീണ്ടും വീണ്ടും ടോർച്ചർ ചെയ്യുകയായിരുന്നു. വേറെ നിവൃത്തിയില്ലാതെ കല്യാണിക്കും കുട്ടിക്കും ഒരു ആപത്തും വരരുത് എന്ന് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവന്റെ മാമൻ അവന്റെ ചിറ്റമാരെയും കൂട്ടി അവിടേക്ക് വന്നു. അവരും വന്ന് ഈ മണിമാരനുമായിട്ടും ആൾക്കാരുമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരും ആകെ ടെൻഷനിലായത്. എങ്ങനെയെങ്കിലും പ്രശ്നം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് അവർ സിംഗത്തിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നു. കാലിൽ വീണ് വേണമെങ്കിലും മാപ്പ് ചോദിക്കാമെന്ന് അവർ പറയുന്നു. എന്നാൽ സിംഗം പറയുന്നുണ്ട് അകത്ത് കിടക്കുന്ന തന്റെ വൈഫിനും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ തന്റെ കൈകൊണ്ട് ഞാൻ അവനെ കൊല്ലുമെന്ന്. അവരെന്തൊക്കെ പറഞ്ഞിട്ടും മണിമാരനും സിംഗവും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആകെ മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു സത്യ. അവൻ തന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നു. പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് അവന്റെ അമ്മ അവനോട് ഓൾറെഡി പറഞ്ഞതാണ്. അത് കേട്ടിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. മീരയാകിട്ട് അവനെ ഒരുപാട് നിർബന്ധിക്കുകയും ചെയ്തു. അവൾ അങ്ങനെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ താൻ അവിടേക്ക് ഇറങ്ങി പുറപ്പെടുകയുമില്ലായിരുന്നു. താൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നു എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കല്യാണിയെ സ്കാൻ ചെയ്ത റിപ്പോർട്ട് വന്നിരുന്നു. നേഴ്സ് ഇത് ഡോക്ടറിന്റെ കയ്യിലേക്ക് കൊണ്ടുകൊടുത്തു. അയാൾ മണിമാരനെയും സിംഗത്തിനെയും അകത്തേക്ക് വിളിച്ചു. സിംഗം പോയി കല്യാണിയും കാണുന്നുണ്ട്. അവള് കുഴപ്പമൊന്നുമില്ലാതെ ബെഡിൽ തന്നെ കിടക്കുകയായിരുന്നു. ഇവിടെ സത്യയുടെ വീട്ടുകാരും മീരയെ എല്ലാം തന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തി. അവർ ചടങ്ങുകൾ ആരംഭിച്ചു. ഇടയ്ക്കിടയ്ക്ക് അവർ സത്യം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതേസമയം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന മണിമാരൻ എല്ലാവരോടും പറയുന്നുണ്ട് കല്യാണിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാൽ വയറ്റിൽ വളർന്ന കുഞ്ഞ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന്. കുഞ്ഞിന്റെ ലൈഫ് വളരെയധികം റിസ്കിലാണ്. ഇത് കേട്ടതും സത്യയും ആകെ ഷോക്കിലായി. അവിടെ വലിയ പ്രശ്നം നടക്കുകയായിരുന്നു. പോലീസുകാർ വന്നപ്പോഴേക്കും സത്യ പറയുന്നുണ്ട് എല്ലാത്തിനും ഉത്തരവാദി ഞാനാണെന്ന്. പോലീസുകാർ അവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കല്യാണം മുടങ്ങുമെന്ന് മനസ്സിലാക്കി അവന്റെ മാമൻ വന്ന് മണ്ഡപത്തിലെത്തി കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ആകെ ടെൻഷനിലായി. മീരയുടെ അച്ഛനാകട്ടെ കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞതും ദേഷ്യത്തോടെ അവളെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോകുന്നു. ഇവിടെ സ്റ്റേഷന് പുറത്ത് മണിമാരനും ആൾക്കാരും ആകെ ബഹളം ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. അയാൾ കുറ്റം സമ്മതിച്ചില്ലേ, പിന്നെ നിങ്ങളൊക്കെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പോലീസുകാരൻ ചോദിക്കുന്നു. ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും പറയേണ്ട ആള് ദുരൈസിംഗമാണ്, അയാൾ വന്ന് സംസാരിക്കട്ടെ എന്നായിരുന്നു പോലീസുകാരൻ പറയുന്നത്. ദുരൈസിംഗ് വന്ന് മണിമാരനോട് പറയുന്നുണ്ട് ലീഗലായിട്ട് കേസ് കൊടുത്ത് ആ പയ്യനെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം, അല്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവഞ്ചിനൊന്നും നിൽക്കണ്ട, എനിക്ക് കല്യാണിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് അയാൾ പറയുന്നു. എന്നാൽ മണിമാരൻ പറയുന്നുണ്ട് അതൊന്നും നീ ടെൻഷൻ അടിക്കണ്ട, നീ കല്യാണിയുടെ അടുത്തേക്ക് പോയിക്കോ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ദുരൈസിംഗും പോയതും മണിമാരൻ പോലീസുകാരുമായിട്ട് ചേർന്നിട്ട് സംസാരിക്കുന്നുണ്ട്. സെറ്റിൽമെന്റ് ചെയ്യാമെന്നായിരുന്നു അയാൾ പറയുന്നത്. കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാലും അനുഭവിക്കേണ്ടത് എന്റെ സഹോദരിയും ഭർത്താവുമാണ്, അവർക്ക് ആവശ്യമായ ക്യാഷ് കൊടുക്കണമെന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ട് നിന്ന സത്യയുടെ കൂട്ടുകാർക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നാൻ തുടങ്ങി. ഇത്രയും നേരം അവനെ അടിക്കും, കൊല്ലും, കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാര് ഇപ്പൊ സെറ്റിൽമെന്റിന് തയ്യാറായിരിക്കുന്നു. അവരിത് പോയി സത്യയോട് പറയുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കി സത്യ പോലീസുകാരോട് പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് മാറ്റണമെന്നും എന്തൊക്കെയോ തെറ്റായിട്ട് നടക്കുന്നുണ്ടെന്നും. എന്നാൽ അവരാരും തന്നെ ഇതൊന്നും കേൾക്കുന്നില്ല. വേറെ വഴിയില്ലാതെ അവന്റെ കൂട്ടുകാര് മനഃപൂർവ്വം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ശേഷം സത്യ അവിടെ നിന്നും രക്ഷപ്പെടാൻ സമ്മതിക്കുന്നു. ഹോസ്പിറ്റലിലെത്തി സിംഗത്തിനോട് കാര്യങ്ങൾ പറയുകയായിരുന്നു സത്യയുടെ ലക്ഷ്യം. എന്നാൽ സത്യ അവിടെ എത്തുമ്പോൾ കാണുന്നത് ഡോക്ടർ സിംഗത്തിനോട് സംസാരിക്കുന്നതാണ്. കല്യാണിക്ക് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനെ തങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. ഇത് കേട്ട് സിംഗു ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആകെ തകർന്നുപോയി. കുറ്റബോധം കാരണം സത്യയും ആകെ അവശ നിലയിലായിരുന്നു. താൻ കാരണം ഒരു കുഞ്ഞ് മരിച്ചിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ കേസ് നടക്കുന്നതാണ്. ആ കുഞ്ഞിന്റെ മരണത്തിന് താനാണ് കാരണക്കാരനെന്ന് സത്യ സ്വയം സമ്മതിച്ചു. അതോടെ 2 വർഷത്തേക്ക് അവനെ ജയിലിലടയ്ക്കാൻ കോടതി വിധിക്കുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത്
കാണിക്കുന്നത് ജയിലിൽ കിടക്കുന്ന സത്യയാണ്. അവനെ കാണാൻ അവന്റെ അച്ഛനും അമ്മയും എല്ലാം തന്നെ വരാറുണ്ടായിരുന്നു. സത്യയുടെ ഈ അവസ്ഥ കാരണം എല്ലാവരും തന്നെ ആകെ സങ്കടത്തിലാണ്. ഏറ്റവും കൂടുതൽ തകർന്നത് അവന്റെ അച്ഛനായിരുന്നു. ഇടയ്ക്കൊരു ദിവസം മീര അവനെ വന്ന് കണ്ടിട്ട് പറയുന്നുണ്ട്, നീ തിരിച്ചു വരുന്നിടം വരെ ഞാൻ കാത്തിരിക്കുമെന്ന്. 6 വർഷം കാത്തിരുന്നിട്ട് കിട്ടിയ കുഞ്ഞിനെ ഇങ്ങനൊരു അവസ്ഥയിലൂടെ നഷ്ടപ്പെട്ടത് കാരണം കല്യാണിയും സിംഗവും ആകെ ധർമ്മസങ്കടത്തിലായി. ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് കല്യാണിയായിരുന്നു. സഹോദരിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ സത്യയെ കൊല്ലണമെന്നായിരുന്നു മണിമാരന്റെ ആഗ്രഹം. എന്നാൽ സിംഗം പറയുന്നുണ്ട്, പകരം വീട്ടാനൊന്നും പോകാൻ തനിക്ക് താല്പര്യമില്ലാന്ന്. കല്യാണിയുടെ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിപ്പോ വലുത്. അവളെ പഴയ പോലെ ആക്കണം. പിന്നീട് കാണിക്കുന്നത് 2 വർഷങ്ങളിൽ ശിക്ഷ അനുഭവിച്ച ശേഷം സത്യ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതാണ്. അവന്റെ മാമൻ അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ നേരത്ത് അവൻ അച്ഛനെയും അമ്മയും പറ്റി എല്ലാം ചോദിക്കുന്നുണ്ട്. അവർക്ക് സുഖമാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് അവൻ അറിയുന്നത് അവന്റെ അച്ഛൻ മരിച്ചുവെന്ന്. അത് ആരും തന്നെ അവനോട് ഇതുവരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവന്റെ മാമൻ പറയുന്നുണ്ട്, നിന്റെ അച്ഛന് ഇടയ്ക്ക് നെഞ്ചുവേദന വന്നിട്ട് ഹോസ്പിറ്റൽ പോയ സമയത്ത് അയാൾ അവന്റെ മാമനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ മരിച്ചാലും ഒരിക്കലും അവനെ അറിയിക്കരുതെന്ന്. ജയിലിൽ കിടക്കുന്ന സമയത്തെങ്കിലും അവൻ കുറച്ച് സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് അയാൾ കരുതി. ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് അവന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ആലോചിച്ച് അവൻ വിഷമിക്കാൻ തുടങ്ങി. അവൻ ആ വീട്ടിൽ പോലും നിൽക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കൂട്ടുകാരുമൊത്ത് അവൻ നേരെ പോകുന്നത് മീരയെ കാണാനാണ്. എന്നാൽ പോകുന്ന വഴിയിൽ പലതവണ കൂട്ടുകാർ അവനോട് പറയുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാവും, അങ്ങോട്ട് പോകണ്ടെന്ന്. അവൻ കേൾക്കാതെ നേരെ അവിടേക്ക് എത്തി. വീട്ടിലേക്ക് പോകാൻ നേരത്ത് കൂട്ടുകാർ പുറകിൽ നിന്ന് അവനോട് വിളിച്ചു പറയുന്നുണ്ട്, അങ്ങോട്ട് നീ പോകണ്ട, അവളുടെ വിവാഹം കഴിഞ്ഞ് അവൾക്ക് ഇപ്പോൾ ഒരു കുട്ടിയുണ്ടെന്ന്. അത് കേട്ട് ശരിക്കും സത്യം ഞെട്ടിപ്പോയി. അവൻ പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. അന്ന് വിവാഹത്തിന്റെ തലേന്ന് അവൾ തന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചതും നാളെ മുതൽ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്ന് പറഞ്ഞതും എല്ലാം തന്നെ. ആ മീര ഇപ്പോൾ വിവാഹം കഴിഞ്ഞൊരു കുട്ടിയുമായി കാനഡയിൽ ജീവിക്കുന്നു. എല്ലാ രീതിയിലും തനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി അവന് പിന്നീട് അവിടെ നിൽക്കാൻ തോന്നിയില്ല. കൂട്ടുകാർ അവനോട് പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂർക്ക് വരാൻ. അതറിഞ്ഞ് അവന്റെ മാമനും അവനെ വന്ന് കണ്ടിട്ട് കുറെ ക്യാഷ് കൊടുക്കുന്നു. തൽക്കാലം നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ അവിടെ പോയി നിന്നോളാൻ പറയുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ബസ്സിലേക്ക് കയറാൻ നേരത്ത് ബാക്കിൽ നിന്ന് ആരോ വന്ന് സത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പലയിടത്തു നിന്നും ഒരുപാട് പേര് വന്നിട്ട് അവനെ കൊല്ലാൻ ഒരുങ്ങിയാണ്. തടയാൻ ശ്രമിച്ച അവന്റെ മാമനും മുറിവേറ്റു. ഒരു വിധത്തിൽ അവരെയെല്ലാം അവൻ അവിടെ നിന്ന് അടിച്ചു തുരത്തി. എല്ലാം തന്നെ ദുരൈസിംഗത്തിന്റെ പണിയായിരിക്കും എന്നാണ് അവൻ വിചാരിക്കുന്നത്. വെട്ടേറ്റ മാമനെയും കൊണ്ട് അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ വെച്ചൊരു നേഴ്സ് ആകട്ടെ ഇവനെ കണ്ടു ചോദിക്കുന്നുണ്ട്, 2 വർഷം മുമ്പ് നടന്ന ആക്സിഡന്റ് കേസിലെ പ്രതിയല്ലേ നിങ്ങളെന്ന്. അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അവര് പിറകെ വന്ന് അവനോട് പറയുന്നുണ്ട്, അന്ന് ആ ആക്സിഡന്റിൽ ആ കുട്ടിക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. നിങ്ങളെ എല്ലാവരും ചേർന്ന് നല്ലപോലെ പറ്റിച്ചതാണ്. ഇത് കേട്ടതും സത്യ ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു. അന്ന് ആ ഹോസ്പിറ്റലിലെ നേഴ്സ് അവരായിരുന്നു. ഇപ്പൊ ഇവിടെയാണ് അവർ ജോലി ചെയ്യുന്നത്. 5:30 മണിക്ക് സ്കാൻ റിപ്പോർട്ട് വന്നപ്പോ തന്നെ ഡോക്ടർ മണിമാരനെയും സിംഗത്തെയും വിളിച്ചിട്ട് പറഞ്ഞതാണ് കല്യാണിക്കും കുട്ടിക്കും ഒരു കുഴപ്പവും ഇല്ലാന്ന്. പക്ഷെ രാത്രി 8 മണിയായപ്പോ ആ പെണ്ണിന് വീണ്ടും വേദന വന്നു. ആ സമയത്ത് ഒന്നുകൂടി സ്കാൻ ചെയ്തപ്പോഴാണ് കുട്ടി മരിച്ചു എന്ന് മനസ്സിലാകുന്നത്. 5:30 മണിയുടെ സ്കാനിൽ കുട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. 8 മണിക്കെടുത്ത സ്കാനിലാണ് കുട്ടിക്ക് ക്ഷതമേറ്റ് മരിച്ചിരിക്കുന്നത്. അതിന്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ആ കാർ ആക്സിഡന്റ് കാരണമാണ് കുട്ടി മരിച്ചതെന്ന് പറഞ്ഞിട്ട് ആ കേസ് അങ്ങനെ ക്ലോസ് ചെയ്തു. പക്ഷെ നിങ്ങളല്ല കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇത് കേട്ടതോടുകൂടി സത്യ തീരുമാനിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിലുള്ള സത്യം കണ്ടെത്താൻ താൻ ഇറങ്ങി തിരിച്ചെങ്കിലേ പറ്റുമെന്ന്. ഇത്രയും കാലം ഒരു കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി എന്ന് കരുതി കുറ്റബോധത്തോടെ ജീവിക്കുകയായിരുന്നു അവൻ. അവന്റെ കൂട്ടുകാരെ തടഞ്ഞിട്ടും അവൻ ആ ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയ അവൻ ദുരൈസിംഗത്തെ ആൾക്കാരെ എല്ലാം തന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം മണിമാരന്റെ ആൾക്കാര് അവനെ കാണുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ഒടുവിൽ അവനെ കൈയോടെ പിടികൂടി അവിടെ വെച്ച് വലിയ അടി നടക്കുകയാണ്. ദുരൈസിംഗ് ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുമ്പോൾ സത്യ അവനോട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ കുട്ടി മരിച്ചത് ആ ആക്സിഡന്റ് പറ്റിയിട്ടല്ല. എന്നാൽ ഇതൊന്നും കേൾക്കാൻ അയാൾ നിന്നില്ല. അയാളും അവനെ അടിക്കാൻ തുടങ്ങി. നിങ്ങളല്ലേ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ആളെ അയച്ചതെന്ന് ചോദിച്ചിട്ട് അവൻ ചൂടാകാൻ നേരത്ത് ദുരൈസിംഗം പറയുന്നുണ്ട്, നിന്നെ ആളയച്ച് കൊല്ലാൻ നോക്കിയത് താനല്ല എന്ന്. ആൾക്കാരെല്ലാം ചേർന്നിട്ട് ഇവരെ 2 പേരെയും പിടിച്ചു മാറ്റി. ഇവനിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ കല്യാണി ആര് നോക്കുമെന്ന് ദുരൈസിംഗത്തിനോട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി. കല്യാണി ഓർത്ത് മാത്രം അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അവിടെ നിന്ന് തിരിച്ചുപോയി. തന്നെ അടിക്കാൻ വന്നത് ദുരൈസിംഗത്തിന്റെ ആൾക്കാരല്ലെങ്കിൽ പിന്നെ ആരുടേതായിരിക്കുമെന്ന് സത്യ ചിന്തിക്കാൻ തുടങ്ങി. അവൻ തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും അവന്റെ കൂട്ടുകാരും മാമനും എല്ലാം തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം ചേർന്നിട്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ പോയി കാണുകയും അയാളെ ഭീഷണിപ്പെടുത്തി സത്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു. കല്യാണിക്കും കുട്ടിക്കും ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞ് മണിമാരൻ വന്ന് ഡോക്ടറിനോട് പറയുന്നുണ്ട്, ഈ വിവരം പുറത്തുള്ള ആരും തന്നെ അറിയാൻ പാടില്ല എന്ന്. അശ്വിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം ഞാനും മറച്ചു വെച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ആ പെൺകുട്ടിക്ക് വേദന വരുന്നത് കണ്ടത്. അങ്ങനെ വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേക്കും കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. സിംഗം വന്നപ്പോ ഈ ഡോക്ടർ പറയുന്നുണ്ട് ആക്സിഡന്റിൽ കിട്ടിയ അടി കുറച്ച് ലേറ്റ് ആയിട്ട് റിയാക്ട് ആയതായിരിക്കുമെന്ന്. ശരിക്കും എന്താ സംഭവിച്ചതെന്നുള്ളത് ഈ ഡോക്ടറിനും അറിയത്തില്ല, മറ്റാർക്കും തന്നെ അറിയില്ല. ഇതിന്റെ പിന്നില് മണിമാരനായിരിക്കാമെന്ന് സത്യക്കും അവന്റെ മാമനും ഡൗട്ട് തോന്നുന്നു. മണിമാരനെ കുറിച്ച് അവർ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചു. അവൻ സ്വന്തം സഹോദരിയുടെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകുമല്ലോ. ഇവിടെ ദുരൈസിംഗോ ആകട്ടെ കല്യാണോട് സംസാരിക്കുന്നത് കാണിക്കുന്നു. തന്റെ കുഞ്ഞു മരിച്ച ശേഷം അവൾ നോർമൽ അവസ്ഥയിലായിരുന്നില്ല. പലപ്പോഴും ഒരുപാട് വിഷമത്തോടെ മുറിയിൽ തന്നെ അടച്ചിരിക്കും. ദുരൈസിംഗമാണ് അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അവൾ സിംഗത്തിനോട് പറയുന്നുണ്ട്, തനിക്കിനി കുട്ടിയൊന്നും തന്നെ വേണ്ട, നിന്നെ മാത്രം മതി, നമുക്ക് മാത്രമായിട്ട് ജീവിക്കാമെന്ന്. അവളുടെ സന്തോഷമായിരുന്നു അയാൾക്കും വലുത്. ഈ മണിമാരന് അതിശയൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. മണിമാരന്റെ കസിനായ ഒരു പെൺകുട്ടിയെ അതിശയം പ്രണയിക്കുകയും ചെയ്തു. എന്നാൽ ഡിഫറന്റ് കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ മണിമാരന് ഇതിലൊട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. സ്വന്തം ജാതിയിൽപ്പെട്ട പെണ്ണിനെ ആദ്യം
സ്വന്തം ജാതിയിലുള്ള ആൾക്കാർ കൈവച്ചതിന് ശേഷം മാത്രം മറ്റൊരുത്തം കൊണ്ടുപോയാൽ മതിയെന്നായിരുന്നു അയാളുടെ നിബന്ധന. അങ്ങനെ അവരുടെ ജാതിയിൽപ്പെട്ട ഒരാൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് ആ പെൺകുട്ടി അതിസേന കിട്ടിയത് തന്നെ. ഇതിൽ നിന്ന് സത്യയ്ക്ക് അയാളുടെ ഏകദേശം ക്യാരക്ടർ മനസ്സിലായി. ഇവരിപ്പോൾ ഈ അതിസേന്റെ അടുത്തേക്കാണ് പോകുന്നത്. അയാളിൽ നിന്നും മണിമാറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നു. അയാളുടെ ഭാര്യയ്ക്ക് ഇപ്പോഴും മണിമാറിനോട് വെറുപ്പായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് മണിമാറിന്റെ അച്ഛൻ ഇലക്ഷനിൽ തന്നേക്കാൾ ജാതിയിൽ താഴ്ന്ന ഒരാളുടെ കൂടെ തോറ്റു. താൻ ഇലക്ഷനിൽ തോറ്റതിനേക്കാൾ കൂടുതൽ വിഷമം അയാൾക്ക് ജാതിയിൽ താഴ്ന്ന ആളുടെ കൂടെ തോറ്റതിലായിരുന്നു. ആ ദേഷ്യത്തിൽ മണിമാറിനാകട്ടെ ആ ജയിച്ച സ്ഥാനാർത്ഥിയെ കൊന്നു. ഇന്ന് അയാൾ ആ മരിച്ച വ്യക്തിക്ക് അനുശോചനം അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാമിനിടെ സ്വന്തം അച്ഛനെ കൊല്ലാനാണ് മണിമാറിന്റെ പ്ലാൻ. അതിലൂടെ ആൾക്കാർക്കിടയിൽ സിമ്പതി കൊണ്ടുവരാനും ഇലക്ഷനിൽ അയാൾക്ക് ജയിക്കാനുമായിരുന്നു പ്ലാൻ. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ആ ഫംഗ്ഷനിലേക്ക് സത്യയും കൂട്ടരും വരുന്നു. ഇടയ്ക്ക് കറണ്ട് പോകുന്ന സമയത്ത് സ്വന്തം അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് മണിമാരൻ തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കി അവന്റെ അച്ഛൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ മണിമാരൻ പിറകെ കൂടി. ആ ഒരു അവസരം മുതലെടുത്ത് മണിമാരനെ അവിടെ നിന്നും സത്യയും ഗ്യാങ്ങും തട്ടിക്കൊണ്ടുപോകുന്നു. സ്വന്തം അച്ഛനെ പോലും കൊല്ലാൻ പഠിക്കാത്ത ഇയാള് സഹോദരിയുടെ കുഞ്ഞിനെ കൊല്ലാൻ എന്തായാലും സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ മണിമാരനെ കുറെ ഇടിച്ച് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മണിമാരൻ പറയുന്നുണ്ട്, അവൾ എന്റെ സ്വന്തം സഹോദരിയാ, ഞാനൊരിക്കലും അവളോട് അങ്ങനെ ചെയ്യില്ല എന്ന്. എന്നിട്ട് അന്ന് നടന്ന സംഭവങ്ങളെ കുറിച്ച് അയാൾ പറയുകയാണ്. ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും കാശ് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും സത്യയെ ചുമ്മാതെ വിടാൻ മണിമാരന് തോന്നിയില്ല. അയാൾ സിംഗത്തിനോട് പറയുന്നുണ്ട്, അവനെ അങ്ങനെ വെറുതെ വിടണ്ട, അവനെ കുറിച്ച് കഷ്ടപ്പെടുത്തിയിട്ട് വിടുന്നതാ നല്ലതെന്ന്. രാവിലെ സത്യവുമായിട്ട് നടന്ന വഴക്ക് കാരണം സിംഗവും അതിനെതിരൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് മണിമാരൻ വന്ന് ഡോക്ടറിനോട് പറഞ്ഞത് അവർക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല എന്നുള്ള കാര്യം പുറത്ത് ആരോടും പറയണ്ട എന്ന്. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് സെറ്റിൽമെന്റ് പറഞ്ഞതും സത്യയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ താൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതെല്ലാം സത്യമായി മാറുമെന്ന് ഒരിക്കലും മണിമാരൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. തന്റെ സഹോദരിയുടെ കുഞ്ഞ് മരിച്ചതിന്റെ പിന്നിൽ അയാൾക്ക് ഒരു പങ്കുമില്ല എന്നുള്ള കാര്യം അയാൾ തുറന്നു പറയുന്നു. അതേസമയം തന്നെ ഇവിടെ കല്യാണിയും സിംഗവും എവിടേക്കോ പോകുന്ന വഴിക്ക് അവരെ കുറെ ആൾക്കാർ ആക്രമിക്കാൻ വരുന്നുണ്ട്. തലനാരിഴയ്ക്കാണ് അവരെ രക്ഷപ്പെട്ടു പോകുന്നത്. ആക്രമിക്കാൻ വന്ന ആളാകട്ടെ സിംഗത്തിനോട് പറയുന്നുണ്ട്, ആ മരണത്തിന് ഞങ്ങൾ പകരം വീട്ടുമെന്ന്. എന്താ സംഭവം എന്ന് കല്യാണിക്ക് മനസ്സിലായില്ല. ഇവിടെ സത്യ ചിന്തിക്കുന്നുണ്ട്, മണിമാരനല്ല ഇതെല്ലാം ചെയ്തതെങ്കിൽ പിന്നെ ആരായിരിക്കും തന്നെ കൊല്ലാൻ ആളെ വിട്ടതും കല്യാണിയുടെ കുഞ്ഞിനെ കൊന്നതും. അപ്പോഴാണ് അതിശയം പറയുന്നത്, മണിമാരനല്ലെങ്കിൽ ദുരൈസിംഗത്തിനോട് ദേഷ്യമുള്ളത് മുത്തുപ്പാണ്ടിക്കാണ്. 2 വർഷം മുമ്പ് മുത്തുപ്പാണ്ടിയുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ മകളെ അയാളുടെ മകൻ സ്ഥിരമായിട്ട് ശല്യം ചെയ്യുമായിരുന്നു. ആ പ്രശ്നത്തിൽ ഇടപെട്ടത് ദുരൈസിംഗമാണ്. അന്ന് ബസ്സിൽ വെച്ചിട്ട് ആ പയ്യന്റെ കൈയും ദുരൈസിംഗം വെട്ടി. മുത്തുപ്പാണ്ടിയുടെ ഇളയ മകൻ അർജുനപാണ്ഡ്യയായിരുന്നു അത്. ആ പെൺകുട്ടിയുടെ അച്ഛനും ബാക്കി കഥകളെല്ലാം തന്നെ അവരോട് പറയുന്നു. അർജുനപാണ്ഡ്യയുടെ ഒരു കൈ പോയ ശേഷം അയാളുടെ വൈഫ് അയാൾക്ക് ഒരു വിലയും കൊടുത്തില്ല. എപ്പോഴും കുത്തുവാക്കുകളും പരിഭവങ്ങളും മാത്രമായിരുന്നു. അങ്ങനെ നാണം കെട്ടൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന അർജുനപാണ്ഡ്യ ഒരു ദിവസം സ്വയം ആത്മഹത്യ ചെയ്യുന്നു. തന്റെ മകന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനായ ദുരൈസിംഗത്തിനോടായിരുന്നു മുത്തുപ്പാണ്ഡ്യയുടെ പകയെല്ലാം തന്നെ. ദുരൈസിംഗത്തിനെ ഡയറക്റ്റ് ആയിട്ട് കൊല്ലാതെ സത്യ ആളെ വിട്ട് കൊന്ന ശേഷം ആ കേസ് ദുരൈസിംഗത്തിന്റെ തലയിൽ വെച്ച് അയാളെ ടോർച്ചർ ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് അന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് മുത്തുപ്പാണ്ഡ്യയുടെ ആൾക്കാര് സത്യയുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നതിന്റെ പിന്നിലും മുത്തുപ്പാണ്ഡ്യയുടെ കൈയായിരിക്കും. കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സത്യയും കൂട്ടരും ചേർന്നിട്ട് മുത്തുപ്പാണ്ഡ്യയെ കടത്താൻ തീരുമാനിക്കുന്നു. അയാൾ സ്ഥിരം പോകുന്ന വഴിയിൽ നിന്നും അയാളെ മാറ്റി മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അയാളുടെ ഡ്രൈവറിന്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി ഒരു കത്തിയുടെ മുന്നിൽ നിർത്തിയ ശേഷം അയാളുടെ ഡ്രൈവറിനോട് ഇവർ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുത്തുപ്പാണ്ഡ്യയുടെ ഡ്രൈവർ സ്ഥിരം പോകുന്ന വഴിയിൽ നിന്ന് മാറ്റി മറ്റൊരു വഴിയിലൂടെ മുത്തുപ്പാണ്ഡ്യയെ കൊണ്ടുപോകുന്നു. പിറകെ സത്യയും കൂട്ടരും ഉണ്ടായിരുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ ഗർഭിണിയായ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് മുത്തുപ്പാണ്ഡ്യ വണ്ടി നിർത്തി അവരെയും കൂട്ടി അവർക്ക് പോകേണ്ട സ്ഥലത്ത് ഇറക്കിയിട്ടാണ് പോകുന്നത്. ഗർഭിണിയായ സ്ത്രീയോട് അയാൾക്ക് അത്രയും കെയർ ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ സത്യയുടെ മനസ്സിൽ വീണ്ടും കുറെ ഡൗട്ടുകൾ വരുന്നുണ്ട്. ഒരിക്കലും ഇതിന്റെ പിന്നിലും മുത്തുപ്പാണ്ഡ്യയാകാൻ സാധ്യതയില്ല. മുത്തുപ്പാണ്ഡ്യ ആയിരുന്നെങ്കിൽ അയാളുടെ മകനെ കൊന്നതിന് പകരമായിട്ട് ദുരൈസിംഗത്തിന്റെ കുഞ്ഞിനെ അയാൾ കൊന്നു കഴിഞ്ഞല്ലോ. വീണ്ടും ദുരൈസിംഗത്തിനോട് പക തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊല്ലാൻ ആൾക്കാരെ വിടേണ്ട കാര്യമില്ല. അങ്ങനെ ഇവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ കൺമുന്നിലൂടെ ദുരൈസിംഗം ആ റെയിൽവേ ക്രോസിൽ വെച്ചിട്ട് മുത്തുപ്പാണ്ഡ്യയുടെ കാറിലേക്ക് വന്നു കയറുന്നു. പഴയ പ്രശ്നങ്ങളുടെ പേരിൽ ഇനിയും എന്റെ വൈഫിനെ എന്നെ ഉപദ്രവിക്കരുതെന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാൽ ദുരൈസിംഗം തന്റെ മകനോട് ചെയ്തതിന്റെ പക ഇപ്പോഴും എന്റെ മനസ്സിലുണ്ടെന്നും ഒരു കത്തി എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കൊന്നേനെ എന്നും മുത്തുപ്പാണ്ഡ്യ പറയുന്നു. ഇയാളെ വെറുതെ വിട്ടിട്ട് പോയാൽ ഇയാളെ തന്നെ ഇനി ആക്രമിക്കുമെന്ന് മനസ്സിലാക്കിയ ദുരൈസിംഗം അവിടെ വെച്ച് തന്നെ മുത്തുപ്പാണ്ഡ്യയെ കൊല്ലുകയാണ്. ഇവിടെ സത്യമാകട്ടെ എത്രയൊക്കെ ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു. ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി മണിമാരനും മുത്തുപ്പാണ്ഡ്യയും ആരും തന്നെ അല്ലെങ്കിൽ ഞാൻ തന്നെയായിരിക്കും. ഡോക്ടർ പറഞ്ഞതുപോലെ ആക്സിഡന്റ് എഫക്ട് കുറെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും കുട്ടിയെ ബാധിച്ചത്. വീണ്ടും പഴയതുപോലെ ആ കുറ്റബോധത്തിലേക്ക് സത്യ പോയി. അതിനിടെ മുത്തുപ്പാണ്ഡ്യ ആക്രമിച്ച കുറ്റത്തിന് പോലീസ് സിംഗത്തിനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു. തനിക്കെതിരെ സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നാണ് പോലീസുകാർ പറയുന്നത്. സാധാരണ അയാൾക്കെതിരെ ആരും സാക്ഷി പറയാറില്ലായിരുന്നു. എന്നാൽ ഇത്തവണ സത്യയുടെ മാമ അയാൾക്കെതിരെ സാക്ഷി പറഞ്ഞു. എന്നാൽ സത്യ പറയുന്നുണ്ട് എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊക്കെ പോയതെന്ന്. അയാൾക്കെതിരെ സാക്ഷി പറയേണ്ട ഒരു കാര്യവുമില്ല. കോടതിയിൽ വെച്ച് ഇവർ പരസ്പരം കാണുന്നുണ്ട്. ഈ കേസിൽ അയാളെ പെടുത്തണ്ടെന്ന് സത്യ മാമനോട് പറയുന്നു. മാത്രമല്ല ഇനിയൊരു പ്രശ്നത്തിന് നിൽക്കാതെ ഈ നാട്ടിൽ നിന്ന് പോകാനും സത്യ തീരുമാനിക്കുന്നുണ്ട്. അതിനു മുമ്പ് അവൻ രാത്രി തന്നെ കല്യാണിയെ കാണാൻ പോകുന്നു.
അവളോട് എല്ലാത്തിനും മാപ്പ് പറയാനായിരുന്നു അവന്റെ തീരുമാനം. എന്നാൽ മാപ്പ് പറയാൻ പോയ അവനാകട്ടെ അവളോട് സംസാരിച്ച ശേഷം ആകെ ഷോക്കായിട്ടാണ് തിരിച്ചു വരുന്നത്. പിറ്റേന്ന് രാവിലെ ആരോടും ഒന്നും മിണ്ടാതെ അവൻ തിരിച്ചു പോകാനാണ് തീരുമാനിച്ചത്. എന്നാൽ അവന്റെ മാമനാകട്ടെ എന്തിനാ നീ ഇങ്ങനെ പേടിച്ചു പോകുന്നതെന്ന് അവന്റെ പിറകെ നടന്ന് ചോദിക്കുന്നു. പക്ഷെ അവൻ ബസ്സിൽ കയറി പോകുന്നതിന് മുമ്പ് സിംഗം വന്ന് അവനെ അടിക്കുന്നു. കുഞ്ഞു മരിച്ചതിന്റെ ദേഷ്യവും തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതിന്റെ ദേഷ്യവും എല്ലാം തന്നെ സിംഗത്തിനുണ്ടായിരുന്നു. കുറെ നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ദേഷ്യം വന്ന് സത്യ സിംഗത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കയ്യിലൊരു കമ്പെടുത്തെങ്കിലും അവസാനം വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നു. എന്നാൽ എന്നിട്ടും സിംഗം അവന്റെ പിറകെ പോയി ആക്രമിക്കുകയാണ്. അവസാനം അവന്റെ തലയിലേക്ക് ഒരു കല്ലെടുത്തിടാൻ സിംഗം തീരുമാനിക്കുന്ന സമയത്ത് ഒരു നിമിഷം അവൻ കല്യാണിയെ ആലോചിക്കുന്നു. താൻ ഇതൊക്കെ ചെയ്തിട്ട് ജയിലിൽ പോയി കഴിഞ്ഞാൽ കല്യാണിക്ക് ആരുമില്ലെന്ന് തോന്നിയപ്പോൾ ആ കല്ലവിടെ ഇട്ടിട്ട് സിംഗം അവിടെ നിന്ന് നടന്നുപോയി. അയാൾ അങ്ങനെ നിസ്സഹായനായിട്ട് പോകുന്ന കണ്ടിട്ട് സത്യ ഒരു നിമിഷം തലേന്ന് കല്യാണി പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിക്കുകയാണ്. മാപ്പ് പറയാൻ പോയ സത്യയോട് കല്യാണിയാണ് തിരിച്ച് മാപ്പ് പറയുന്നത്. നിങ്ങൾ കാരണമല്ല തന്റെ കുഞ്ഞു മരിച്ചതെന്നും അന്ന് നടന്ന സംഭവങ്ങൾ ഇതൊക്കെയാണെന്നും അവള് പറയുന്നു. കല്യാണിക്കും കുഞ്ഞിനും ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിംഗം അവളെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. തനിക്കും കുഞ്ഞിനും ഒന്നും പറ്റാത്ത സ്ഥിതിക്ക് സത്യ എന്തിനാ വെറുതെ കേസിൽപ്പെടുത്തുന്നതെന്ന് കല്യാണി ചോദിച്ചിരുന്നു. ആക്സിഡന്റ് നടന്ന സമയത്ത് കല്യാണി അതുവഴി നടന്നു വരികയായിരുന്നു. എന്നാൽ വെയില് കാരണം അവൾക്ക് വല്ലാതെ തല കറങ്ങുന്നുണ്ടായിരുന്നു. തലകറങ്ങി അവൾ താഴേക്ക് വീഴുന്ന സമയത്താണ് സത്യ അവിടേക്ക് വണ്ടി തിരിച്ചു നിർത്തിയത്. ആ വണ്ടി അവളുടെ ദേഹത്ത് മുട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ പയ്യൻ കാരണം തനിക്കൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് അവനെ വെറുതെ വിട്ടേക്കാൻ സിംഗത്തിനോട് അവൾ പറയുന്നു. എന്നാൽ സിംഗം ഒന്നും തന്നെ മിണ്ടിയില്ല. ഇതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിംഗം പറയുന്നുണ്ട് രാവിലെ അവൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ അപമാനിച്ചുവെന്ന്. ആ ബസ് സ്റ്റാൻഡിൽ വെച്ച് അവർ രാവിലെ ഉണ്ടാക്കിയ ചെറിയ പ്രശ്നം സിംഗത്തിന്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സത്യക്കിട്ടൊരു പണി കൊടുക്കാൻ മണിമാറിന്റെ കൂടെ സിംഗവും നിന്നത്. നമ്മുടെ കുഞ്ഞിനേക്കാളൊക്കെ വലുതാണോ നിങ്ങളുടെ ഈ പകാന്ന് ചോദിച്ചിട്ട് അവൾ അയാളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. അവൾ അങ്ങനെ തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കണ്ടിട്ട് തന്നെ വിടുമെന്ന് പറഞ്ഞിട്ട് അയാൾ കുതിര മാറാൻ ശ്രമിച്ചു. നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അവൾ ദേഷ്യത്തോടെ പറയുന്നു. ദേഷ്യമെന്നവനാകട്ടെ അവളുടെ കയ്യിൽ തട്ടിമാറ്റിയ ശേഷം അവിടെ നിന്ന് നടന്നുപോയി. ഒരു നിമിഷം അയാൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ അവളെ പിടിച്ച് തള്ളിയത് കാരണം അവൾ നേരെ പോയി അവിടെ ഉണ്ടായിരുന്ന ഓക്സിജൻ സിലിണ്ടറിലാണ് ഇരിക്കുന്നത്. അവളുടെ വയറിന് നല്ല രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അവളുടെ കുഞ്ഞു മരിച്ചതും. അതായത് ആ കുട്ടിയുടെ മരണത്തിന് കാരണം അവളുടെ സ്വന്തം ഭർത്താവായ ദുരൈസിംഗം തന്നെയാണ്. പക്ഷേ അത് അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് അയാളെ ഒരുപാട് തളർത്തും. ആ സത്യം ഇത്രയും നാൾ കല്യാണി അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളായിട്ടും അത് പറയരുതെന്ന് സത്യയോട് അവൾ പറയുന്നു. ആ കുഞ്ഞിന്റെ മരണത്തിന് കാരണം താനല്ലാന്നറിഞ്ഞതും സത്യയുടെ മനസ്സിൽ നിന്ന് കുറ്റബോധം പോയി. പക്ഷെ അവന് നഷ്ടപ്പെട്ട ജീവിതം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഈ സത്യങ്ങളൊന്നും അറിയാതെ നിസ്സഹായതോടുകൂടി നടന്നു പോകുന്ന സിംഗത്തിനെ നോക്കിക്കൊണ്ട് അവൻ തിരിച്ചു തന്റെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറി. ഒരുപക്ഷെ അന്നവൻ അമ്മ പറഞ്ഞത് കേട്ടിട്ട് പുറത്ത് പോകാതിരുന്നിരുന്നെങ്കിൽ ഇതുണ്ടാകില്ലായിരുന്നു. അവൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടി മീര അവനെ നിർബന്ധിച്ച് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അന്ന് സത്യങ്ങൾ കല്യാണി എല്ലാവരോടും തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി പോലും വരില്ലായിരുന്നു. ശരിക്കും ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? അതോ സാഹചര്യങ്ങളാണോ ഇവന്റെ ജീവിതം ഇങ്ങനെയാക്കിയത്? ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.